ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി തുടങ്ങിയുള്ള ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് തലേദിവസത്തെ കറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു തട്ടിക്കൂട്ടൽ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാത്രി എന്തായാലും കറി വെക്കാതെ വയ്യാട്ടോ. നാളെ ഹംദാനെ സ്കൂളിൽ വിടണം. ഹാറൂൻ്റെ പനി ആ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾ ഓക്കെ ആയെങ്കിലും ആ സമയത്ത് അവൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ജാഫർ ഇടുക്കിയുടെ ഒരു വൈറലായിട്ടുള്ളൊരു ബീഫ് റെസിപ്പി ഉണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ എളുപ്പ പണിയാണ് കേട്ടോ. സവാളയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഴുവൻ മല്ലിയും മുളകും കൂടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഫ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രഷ് നെറ്റിലാണ് കേട്ടോ പറഞ്ഞത്. അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ വറുത്ത മല്ലി ഉണ്ടല്ലോ, അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ കൊല്ലമുളക് അത്രയും എടുക്കാൻ കാരണം അത് കാശ്മീരി കൊല്ലമുളകാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് നമ്മുടെ എരിവനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല. ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. തന്നെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ബീഫിൻ്റെ പാകത്തിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഞാൻ പാകിസ്ഥാനി ബീഫാണ് കേട്ടോ വാങ്ങിയത്. കുറച്ച് എല്ലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയത്. എനിക്ക് എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയുള്ളി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇക്ക നാട്ടിൽ നിന്ന് വരുമ്പോൾ വെളിച്ചെണ്ണ എന്തായാലും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നിന്ന് വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് ആൾ പറയുന്നതനുസരിച്ച് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ മൺചട്ടി എൻ്റെ ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ടാക്കിയത്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വേറെ പണിയൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് താളിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയും നമ്മളുടെ മുളകുണ്ടല്ലോ, ചുവന്ന മുളകും ഒക്കെ ഇട്ടൊന്ന് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബീഫ് റെഡിയാവും കേട്ടോ. നമ്മളൊരു മുഴുവൻ മല്ലി എടുക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നോർമലി നമ്മൾ മല്ലിപ്പൊടിയാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും ഒരു പ്രത്യേകത ഈ ഒരു ബീഫ് കറിക്കുണ്ട് കേട്ടോ. അതെപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മല്ലി മുഴുവനായിട്ട് എടുത്തിട്ട് അരച്ച് ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ രാത്രിയിലത്തേക്ക് ഞാൻ പുട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യണത്. പുട്ടും ബീഫും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി. അപ്പോൾ അതേപോലെ അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം, പിന്നെ ഹംദാന് കൊടുത്തയക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുട്ടിൻ്റെ പൊടിയാക്കി രാത്രിയിലത്തേക്ക് മാത്രമുള്ളത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി രാവിലെ അവന് ആ സമയമാകുമ്പോൾ ചൂടനെ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാനും പിന്നെ കൊടുത്തയക്കാനും അത് തന്നെയായിരുന്നു കേട്ടോ. പുട്ട് കൊടുത്തു വിട്ടത് ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്തിനാ എനിക്ക് പുട്ട് തന്നു വിട്ടേ, കാരണം അവർക്ക് കൈ വെച്ചിട്ട് കഴിക്കാൻ പാടില്ല. സ്പൂൺ വെച്ചിട്ടുള്ള സംഭവങ്ങളെ കഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സോളിഡായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കണം. ബ്രെഡ് സാൻഡ്വിച്ചോ അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് മാത്രമേ കൊടുത്തയക്കാവൂ എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് കൊടുത്തയച്ചപ്പോൾ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് കഴിക്കാൻ. അങ്ങനെ ഞാൻ ഹംദാനും രാത്രി പുട്ടും ബീഫുമാണ് കേട്ടോ കഴിച്ചത്. പിള്ളേർക്ക് കഞ്ഞിയാണ് കൊടുത്തത്. ഞാൻ കഞ്ഞി എടുത്ത അപ്പോൾ അത് ഹാസിമിനും വേണം. അങ്ങനെയാണ് രാത്രി ആക്കിയതുകൊണ്ട് തന്നെ എല്ലാം പുറത്ത് തന്നെ വെച്ചിട്ടാണ്. പുട്ടിൻ്റെ മാവും ഓൾറെഡി ബാക്കിയുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലത്തെ പണികളെല്ലാം ഈസിയാണല്ലോ. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുമൊക്കെ പുട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4:30 മണിക്കാണ് ബാങ്ക് കൊടുക്കുക. 4:45 നിസ്കാരമൊക്കെ പള്ളിയിൽ നടക്കണം കേട്ടോ. പക്ഷേ രാവിലെ 5:15 ആകുമ്പോഴത്തേനും നന്നായിട്ട് നേരം വെളുക്കും. അതേപോലെ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ ഈ സമയത്ത്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂട് തുടങ്ങും.
പിന്നെ ലഞ്ച് ബോക്സിലേക്ക് ഒരു കേക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും ബിസ്ക്കറ്റും ഒക്കെയാണ് സ്നാക്സായിട്ട് വെച്ച് കൊടുക്കണത്. പിന്നെ ബീഫ് കറിയും ഞാനൊരു വേറൊരു ബൗളെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ കൂടെ തന്നെ ഒരു ബൗളുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വീട്ടിലെങ്ങും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ കറി കൊടുത്തയച്ചത്. അത് ഈ പാത്രത്തിൽ ഫിക്സ് ആവുന്നുമില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് വേറൊരു കവറിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തയച്ചത് കേട്ടോ. ഇനി എങ്ങാനും ഓപ്പണായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഹംദാൻ്റെ സ്കൂളിലെ പ്രെയർ ഇവരുടെ ക്ലാസ്സുകാരാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കുർത്തയും ഒക്കെ ഇട്ടിട്ട് ചെല്ലണമെന്നായിരുന്നു. അപ്പോൾ അവനൊരു ബ്ലാക്ക് കുർത്ത ഇക്കാട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയി വാങ്ങിക്കാനായിട്ട് ഇക്കായും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഗ്രാൻഡിൽ അന്വേഷിച്ചപ്പോൾ കുർത്തയോ കാര്യങ്ങളൊന്നും കിട്ടിയതുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്ലാക്ക് കുർത്ത കറക്റ്റ് മാച്ചായിരുന്നിട്ട് അവന്. അപ്പോൾ അവനത് ഇട്ടിട്ടാണെന്ന് പോയേക്കണത്. അവന് സോങ്ങിനുണ്ടായിരുന്നു കേട്ടോ പ്രെയറിൽ. അപ്പോൾ ബീഫ് കറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ പണിയിലേക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് ഒരു ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ പണി കഴിയുമല്ലോ. അപ്പോൾ എൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെസ്സായിട്ടുണ്ടായിരുന്നു. നോമ്പിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ആ വശത്തേക്കേ പോയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറേ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു, കുറേ സംഭവങ്ങൾ ബോട്ടിൽസിലാക്കാനുണ്ടായിരുന്നു, തീർന്നതിൻ്റെ ബോട്ടിൽസ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, പഴയ സാധനങ്ങൾ കുറേ കളയാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഹാറൂൻ വീട്ടിലുണ്ടല്ലോ, സ്കൂളിലൊന്നും പോയിട്ടില്ല. ആള് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും TV ഉണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും കൂടി ഞാൻ നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഉണ്ടല്ലോ ആ ഒരു ഫിലിം വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അവരുടെ ഒരു പ്രായക്കാരുടെ സിനിമ ആയതുകൊണ്ട് തന്നെ അവന് നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഹാറൂൻ. അപ്പോൾ പാട്ടിൻ്റെ സമയത്തുള്ള ഹാസിമിൻ്റെ പ്രകടനമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാനും കുറേ നേരം ആ സിനിമ കണ്ടിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പഴയ മൂവികൾ ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പുതിയ സിനിമകൾ വന്നു എന്ന് പറഞ്ഞാലും 80s-ലെയും 90s-ലേക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതിപ്പോൾ എത്ര പുതിയ പടങ്ങൾ വന്നാലും അതിന് ആ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവുമെന്ന് തോന്നണേ ഇല്ല കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനും കഴിക്കാനായിട്ട് എടുത്തിട്ട് അപ്പോൾ ഗീ റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈരും പിന്നെ എൻ്റെ പഴയ ബീട്രൂട്ട് അച്ചാറുണ്ടല്ലോ അതൊരു കുപ്പിയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും പിന്നെ ബീഫൊക്കെ എടുത്തിട്ട് അങ്ങനെ അത് കഴിച്ചു. ഇനി ഞാൻ ഒരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ കാറ്ററിംഗുകാരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് കേട്ടോ. അവരിങ്ങനെയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയൊന്നും ഞാൻ ഓൺ ചെയ്തിട്ടില്ല, പാനൊന്നും ആദ്യം ഓൺ ആക്കണ്ട. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ എത്രത്തോളം ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ച് ആവശ്യത്തിന് ഇട്ടിട്ട് അതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കണ്ട. ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ വേവിച്ചെടുക്കുക. ഒരു 60% വെന്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പകുതി വെന്തു എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നേരിട്ട് സവാള കുറച്ച് ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ. ബാക്കിയുള്ള വേവും അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. സവാളയൊക്കെ വെന്ത് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് നന്നായിട്ട് വെന്ത് നമ്മൾ കാണാൻ പോലും ഉണ്ടാവില്ല കേട്ടോ, അതേപോലെ മിക്സായിട്ട് വരും. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ പെരട്ടായിരുന്നു. ഒരു കാറ്ററിംഗ് സ്റ്റൈലാണെന്നാണ് ഞാനൊരു ഷോർട്സ് കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതും ഒരു ഈസി റെസിപ്പി ആയിട്ട് തോന്നി. ഇത് നമ്മുടെ ചിക്കൻ പെരട്ടാണ് കേട്ടോ. ഒരുപാട് ഗ്രേവി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലൊരു റോസ്റ്റ് പോലെ അങ്ങനെ വരും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടോ. പക്ഷേ ഞാനിത് പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് കറിയുടെ ആവശ്യമുണ്ട്. ഹംദാൻ എന്തായാലും എന്നോട് ഈ കറി വേണം എന്ന് എന്തായാലും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ പെരട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കറി ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇത് ഈ ഒരു പരുവത്തിൽ വരും, നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ ഇക്കാക്കൊക്കെ ചിക്കൻ്റെ കളറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് കളറുള്ള ചിക്കനോ ബീഫോ ഒന്നും ഇവിടെ ഇഷ്ടമല്ല. കറിക്ക് ഒരു കറുത്ത കളറ് വേണമെന്നും പറഞ്ഞിട്ട് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കളർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കറി വേണ്ടതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രേവി ഒന്ന്
ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു അടിപൊളി പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സിൻഡ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതിൻ്റെ ഒരു അടപ്രഥമനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഹോം മെയ്ഡാണെന്ന് വിചാരിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു ഹോം മെയ്ഡ് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു അതിന്. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് പായസം ഉണ്ട്. ഇത് നമ്മൾ തണുപ്പിച്ചാണ് കേട്ടോ കഴിക്കേണ്ടത്. ഇത് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടി അങ്ങനെ കുടിക്കായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് അപ്പം തന്നെ തീർന്നിട്ടോ. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഈ ഒരു ബ്രാൻഡ് നാട്ടിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. ഇപ്പോൾ ദുബായിലുള്ളവർ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിച്ചോ, അടിപൊളിയാണ്. ഞങ്ങളുടെ കേസിൽ പ്രാക്ടീസ് നടന്നില്ലെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര പങ്ക്ച്വലാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ഓരോ ദിവസം ഓരോരുത്തരുടെ ടേണാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രാക്ടീസിൻ്റെ അവസാന ഘട്ടമായി. 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമാണ്. അപ്പോൾ കൊണ്ടുവരാത്തവർ എന്തായാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വർക്കിംഗ് ആണ്. അപ്പോൾ അവൾ പോരുന്ന വഴിക്ക് അങ്ങനെ വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞ് എനിക്കറിയാമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ ദുബായിലുള്ളവർ വാങ്ങി ട്രൈ ആക്കിക്കോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.